நல்லா இருக்கு. தேங்க்யூ. வணக்கம். ஓகே. നമസ്കാരം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. തമിഴ്നാട്ടിലെ നമ്മുടെ പാടത്തുനിന്ന് കരിമ്പ് വെട്ടി ആന്ധ്രയിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ പാടമല്ല, ഇവിടുത്തെ ഏതൊരു അണ്ണൻ്റെ പാടമാണ്. നമ്മൾ എറണാകുളത്തോട്ട് വരും, ഈ ലോറി ആന്ധ്രയിലേക്ക് പോകും. അപ്പോൾ കരിമ്പ് കൃഷിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു വീഡിയോ ആണ്. ആനയല്ല, ഞാനാണ് കരിമ്പിൻ തോട്ടത്തിൽ കയറിയത്. പണ്ട് നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ട് ഉള്ളിപ്പാടം വാങ്ങാൻ പോയൊരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ യൂട്യൂബ് വരുമാനം കൊണ്ട് കരിമ്പിൻ തോട്ടം വാങ്ങിയ കഥയൊന്നുമല്ല. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ കരിമ്പ് വിളവെടുക്കുന്ന ഒരു ദൃശ്യം കണ്ടു. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ കരിമ്പിൻ തോട്ടത്തിലെ വിളവെടുപ്പിന്റെ കാഴ്ചകളിലേക്ക്. ഈ കരിമ്പ് വെട്ടിയിട്ട് ആളുകൾ തലച്ചുമടായിട്ട് ലോറിയിലേക്ക് കയറ്റാൻ കൊണ്ടുപോകണം. ചേച്ചിമാരെന്തൊക്കെയോ പറയുന്നുണ്ട്. പിടിച്ചിടിച്ചാ വെട്ടി പിടിച്ചിടിച്ചാ ഇതാ. അപ്പൊ ഈ കണ്ടം വെട്ടിക്കഴിഞ്ഞു. ഇനി ഇതാണ് വെട്ടാനുള്ളത്. വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മാറി നിന്ന് കൊടുക്കാം. പണ്ട് നമ്മുടെ നാട്ടിലേക്ക് നെല്ല് കൃഷിയൊക്കെ ഉള്ള സമയത്ത് നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് രാവിലെ വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാം ചേച്ചിമാരാണ്, വനിതകളായിട്ടുള്ള ആളുകളാണ് വെട്ടാനും ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ളത്. ഇവിടെ വെട്ടിയ കരിമ്പ് കെട്ടിവെച്ചിരിക്കുകയാണ്, കൂട്ടമായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതെല്ലാം അവിടെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും, ലോറിയിൽ കൊണ്ടുവന്ന് കയറ്റുന്നത്. അവിടെ കരിമ്പ് തന്നെയാണ് പടുങ്ങായിട്ട് ഇട്ടിരിക്കുന്നത്. 3 പേര് ചേർന്ന് പിടിച്ചു കൊടുക്കുന്നു. 3 പേര് അതെടുത്ത് ലോറിയിലേക്ക് ഇടുകയാണ്. ലോറിയിൽ അട്ടി വെക്കുന്നുണ്ട്. ഇതാണ് വിളവായ കരിമ്പ് തോട്ടം. ഏക്കർ കണക്കിന് കരിമ്പ് കൃഷിയാണ് ഇവിടെ. മധുരയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ മധുരൈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കാഴ്ച കണ്ടത്. മധുരയിൽ പോകുന്ന വഴിയിലാണ് ഈ കരിമ്പൻ തോട്ടം വിളവെടുക്കുന്നത് നമ്മൾ കണ്ടത്. ഈ നിൽക്കുന്നത് തൈ നടാൻ വേണ്ടിയിട്ട്, അതായത് അടുത്ത് വെട്ടി നടാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതായത് ഇത്രയും ഈ ഒരു വരി കരിമ്പ് മതി ഈ ഒരു തോട്ടം മുഴുവൻ നടാൻ വേണ്ടിയിട്ട്. ചുറ്റും നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ஓடி ஓடி வாங்கம்மா. அவரு வெயிட் பண்ணுங்க சொல்லுங்க. பாட்டு பாடுவா. பாட்டு பாடவா ஆட்டமாடவா. பாடுங்க. வைக்க கிட்டுக்கோளும். அவரு அப்புறம் சரி வா. ചലഞ്ചാണ്. ഒരു കെട്ട് ഞാൻ കൊണ്ടുപോയാലേ പാട്ട് പാടത്തുള്ളൂ. பறக்காடி செல்ல புல வீரமா போடுங்க வண்டிய பொண்ணா ஒரு கிழவ இன்னத்துல சீரகாயுது சிந்தாம பறக்குவாடி செல்ல புல வீரமா போடுங்க வண்டிய பொண்ணா ஒரு கிழவ இன்னத்துல சீரகாயுது சிந்தாம பறக்குவாடி செல்ல புல வீரமா போடுங்க வண்டிய பொண்ணா ஒரு பாடிக்கொண்டே எடுக்கலாமே. எடுத்து இது நல்ல வெயிட்டா. போற போ. ഞാൻ എടുക്കാന്ന് പറഞ്ഞെങ്കിലും അമ്മമാര് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. யாருக்கும் எம்ஜிஆர் பாட்டு தெரியாதா? ரஜினி பாட்டு, அட்லீஸ்ட் விஜய் பாட்டு. ഒരു വലിയ കൂട്ടമായിട്ടാണ് 2-3 പേര് ചേർന്ന് ഒരു കെട്ടെടുത്ത് അവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു. അവർ വലിയ സന്തോഷത്തോടെ ഇതുമായിട്ട് പോവാണ്. അവിടെ ലോറിയിൽ കയറ്റാൻ വേണ്ടി ഇങ്ങനെ വരിവരിയായിട്ട് പോവാണ്.
അല്ല ഫ്ലോയിൽ പൊക്കോണ്ടിരുന്നതാണ്. നമ്മൾ വന്ന് കയറി അവരുടെ ഫ്ലോ കളഞ്ഞു എന്നുള്ളത്. ക്യാമറമാൻ ഇപ്പുറത്ത് ചാടി ചേച്ചി ചാടിക്കും. ஓகே இங்கே வேலை பார்த்தா எவ்வளோ சம்பளம் கிடைக்கும்? இங்கே காலையில் 6 மணிக்கு போயிட்டு மதியம் 12 மணிக்கு வெளியேறினா 250 ரூபா. 250 ரூபா. 6 மணிலிருந்து 12 மணி வரைக்கும். அதுக்கப்புறம் அங்கிட்டு பார்த்தோம்னா 500 ரூபா. பொழுது வேலை 4:30 5 மணி 500 ரூபா கிடைக்கும். 500 ரூபா கிடைக்கும். இதுல வந்து ரேட்டு பேசியிருக்க பொறுத்து 1500 ரூபா 200 ரூபா 800 ரூபா. எப்படி ரேட் 1500 ரூபா பேசியிருந்தாங்கன்னா 800 ரூபா 700 ரூபா. 1800 700 பேசியிருந்தாங்கன்னா 2000 ரூபா. எத்தனை கிலோ இருக்கு ஒரு கட்டு? 15 கிலோ. 15 கரும்பு இருக்கு ஒரு கட்டுல. ഒരു കെട്ടെന്ന് പറയുന്നത് 15 കരിമ്പാണ്. അത് നല്ല വെയിറ്റ് ആണ്. அண்ணா 12 மாசத்துக்கும் கரும்பு தான். 12 மாசம் கரும்பு. நடவும் கரும்பும் தான். இனி இதுக்கு அப்புறம் அது வெட்டி இங்க தடும். ஆமா. இத இந்த விதன கரும்பு இருக்குல இத உழுதுட்ட வைக்கீங்க. இது வேற சாணெல்லாம் போட்டு. ஆமா இதுல சாணம்லாம் போடுவாங்க. ஒரு வருஷத்துக்கு ஒரு தடவை சாணம். சாணி. ஆமா ரெண்டு விவசாயம் எடுத்துவோம். நடவு கரும்பு. கரும்பு. நடவுன்னா நடவுனா கருது நெல்லு சாப்பிடுறோம்ல சாப்பிடுறது. നെല്ല്. നടവ്. ചാണകമാണ് മൊത്തം ഇവിടെ ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത്. ഒരു വർഷത്തെ ഒരു വട്ടം ചാണകം ഇട്ട് കൊടുക്കും. ഇനി ഇത് ഉഴുതിട്ട് വീണ്ടും കരിമ്പ് നടും. അതുപോലെ കടലയും നടും. எல்லாமே கிருஷி பண்ணுவார். കേരളത്തിൽ വേണ്ടതെല്ലാം ഇങ്ങതാ പോകുന്നത്. ആരും നോക്കിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ പണികളിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കുന്നത്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും അതിർത്തി കടന്ന് വന്നാലേ നമുക്കും കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് ഇത് നല്ല അല്ല പട്ടുപോച്ച്. പട്ടുപോയത് കൊണ്ട് കളഞ്ഞതാണ്. ഈ കരിമ്പ് കൃഷി ഭയങ്കര പാര നിറഞ്ഞൊരു പണി. എന്താ കാര്യം അറിയാമോ? ഇത് നടുന്നതും കുഴിച്ചെടുക്കുന്നതും എല്ലാം ദേ ഈ കമ്പിപ്പാര കൊണ്ടാണ്. നിറയെ കമ്പിപ്പാരകൾ ഇവിടെ കുത്തിർത്തിയേക്കാണ്. ഇനി ആ പാടം മുഴുവൻ ഈ കമ്പിപ്പാരയ്ക്ക് കുത്തി ഇളക്കി എടുക്കും എന്നുള്ളതാണ്. കുത്തറ ഓ നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല, വലിയ പണിയാ. ഇങ്ങനെയാണ് കരിമ്പ് എടുക്കുന്നത്. അതായത് ആദ്യം ഇതിന്റെ ഇലയെല്ലാം ചെത്തി നിർത്തും. പിന്നീട് ഇതുപോലെ കമ്പിപ്പാരയ്ക്ക് കുത്തിയിടും. പിന്നെ ഇത് 15 എണ്ണം വെച്ചൊരു കെട്ടാക്കും. പിന്നീട് ചുവന്ന് ലോറിയിൽ കയറ്റും. ഓടിച്ചോട്ടെ. ഇതാണ് ശുദ്ധമായ കരിമ്പ്. പക്ഷെ എന്താ പറ്റിയതറിയാമോ? കാലോട് ചവിട്ടി അടിച്ചപ്പോ കണ്ടാ, നമ്മള് വഴിയിലൊക്കെ പോയി നിന്നിട്ടേ 30 രൂപയൊക്കെ ചോദിക്കുമ്പോൾ കൊടുത്ത് വാങ്ങില്ലേ, ആ കരിമ്പാണിത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തിന്ന് കാണിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. நல்லா இருக்கு. താങ്ക് യു. വണക്കം. ഇതെടുത്ത് விவசாயம் இந்த வருஷம் சூப்பரான விவசாயம். லாபம். கேரளாவில் என்ன விவசாயம் பண்ணாலும் நஷ்டம் தான். இங்கு வந்து தமிழ்நாடு விவசாயம், மதுரை மாவட்டம் மேலூர் தாலுகா கரும்பு விவசாயம் சூப்பர். வருஷத்துக்கு 12 மாசமும் கரும்பு தான். 12 மாசம் விவசாயம். தாயும் தகப்பன் மட்டும்தான் விலை கொடுத்து இங்கே வாங்க முடியாது. அனைத்து பொருளும் இங்கே உண்டு. ലൈഫ്. അവിടെ ലോറിയിൽ കരിമ്പ് കയറ്റുന്നതാണ്. ആ പടം കിട്ടേക്കുന്ന പോലും കരിമ്പാണ്. അത്ര സ്ട്രോങ് ആയിട്ടാണ് ആ കരിമ്പ് നിൽക്കുന്നത് എന്നുള്ളതാണ്. കെട്ടിയിട്ട് 4 പേര് ചേർന്നിട്ടാണ് കരിമ്പെടുത്ത് വണ്ടിയിലോട്ട് തള്ളുന്നത്.
അവരൊരാളിരുന്ന് അവിടെ ഇരുന്ന് കണക്ക് എഴുതുന്നുണ്ട്. പുള്ളിയോട് ചോദിക്കാം. വാ അണ്ണാ, എന്താ ലോഡ് എങ്ക പോരെ? ലോഡ് ആന്ധ്ര ഷുഗർ ഫാക്ടറി. ആന്ധ്രയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് നേരെ ആന്ധ്രയിലേക്ക്, കേരളത്തിലോട്ടല്ല കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് മധുരയിലെ ശുദ്ധമായ കരിമ്പ്. ചാണകം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ്. 12 മാസവും ഇവിടെ കരിമ്പ് തന്നെയാണ് കൃഷി. ഈ സൈഡിലൊക്കെ നിർത്തിയിരിക്കുന്നതിന് വെട്ടി നടും. എന്തായാലും അടുത്ത കരിമ്പ് വിളവെടുക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും കരിമ്പ് കൃഷിയുടെ വീഡിയോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.